ഇന്നത്തെ വളരെ സിമ്പിളും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇഫ്താറൊക്കെയാണ്, ഇഫ്താറിൻ്റെ സമയത്തായാലും നമുക്ക് ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് റെസിപ്പി തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് പാലാണ്. ഞാനിവിടെ ഒരു 3 കപ്പ് പാലെടുത്തിട്ടുണ്ട്. 3 കപ്പ് പാലിലേക്കായിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ പാലിലേക്ക് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ പാലൊന്ന് ചൂടായി വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് കസ്റ്റാർഡിൻ്റെ ഒരു മിക്സ് തയ്യാറാക്കണം. അതിനായിട്ട് കസ്റ്റാർഡ് പൗഡർ വാനിലയുടെ ഫ്ലേവറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പല ഫ്ലേവറും സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു 4 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ എടുക്കുന്നത്. അപ്പോൾ 4 ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ്, 3 കപ്പ് പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കട്ടകളൊന്നും കൂടാതെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡയറക്റ്റായിട്ട് പാലിലേക്ക് ചേർക്കുന്നതിന് നല്ലത് ഇതുപോലെ ചേർക്കുന്നതാണ്. ഡയറക്റ്റായിട്ട് ചേർക്കുമ്പോൾ കസ്റ്റാർഡ് പൗഡർ കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ പാലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ ഒരു മിക്സ് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. കാരണം കസ്റ്റാർഡ് പൗഡർ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. പിന്നെ നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് അത്രയ്ക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സ്റ്റീലിൻ്റെ പാത്രമൊക്കെ ആകുമ്പോൾ നമ്മൾ കൈ വെക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വരുന്നതായിട്ട് കാണാം. ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ കൈ വെച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിക്ക് പിടിക്കാതെ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിക്കുക. അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഏകദേശം ഒരു 4 മണിക്കൂർ ഞാൻ തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷമാണ് ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നത്. എന്നിട്ട് ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ ഇതുപോലെ കുറച്ചുകൂടി നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. കണ്ടില്ലേ, ഈ ഒരു തിക്നെസ്സിലാണ് ഉണ്ടാവുക. കസ്റ്റാർഡ് പൗഡർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, 1 കപ്പ് പാലാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ, ആ ഒരു മെഷർമെൻറ്റിൽ തന്നെ എടുക്കുക. ഇനി നന്നായിട്ട് തണുത്തിരിക്കുന്ന ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. ഇതിപ്പോൾ നല്ല പോലെ തണുത്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് അടിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു തിക്നെസ് കുറഞ്ഞിട്ട് കുറച്ചൊരു ലൂസായിട്ട് വരും. അപ്പോൾ അതിലേക്കായിട്ട് ഞാൻ 1 കപ്പ് നല്ല തണുത്ത വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തണുത്ത വെള്ളം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്കായിട്ട് 1 ടീസ്പൂൺ അളവിൽ കസ്കസ് ഒന്ന് കുതിർക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തന്നെ സോക്കായി കിട്ടും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ വെക്കുക. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ മിക്സ് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ മിക്സ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ലൂസായാൽ ഈ ഒരു ഡ്രിങ്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുപോലെ ഒരുപാട് തിക്നെസ്സിലും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അതുപോലെ മധുരവും നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 2 ടേബിൾ സ്പൂണോളം അനാറ് ചേർക്കുന്നുണ്ട്. അതുപോലെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഒരുപാടൊന്നും വേണ്ട, 2 ടേബിൾ സ്പൂൺ വീതമാണ്. 2 ടേബിൾ സ്പൂൺ ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കസ്കസ് കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡിയായി. അപ്പോൾ നല്ലൊരു ഐസ്ക്രീമൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഫ്ലേവർ ആയിരിക്കും ഇതിന്. അപ്പോൾ വളരെ സിമ്പിളാണ്, ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാതെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ഇത് നല്ല തണുത്തതിന് ശേഷമാണ് സെർവ് ചെയ്യാനായിട്ട് ഒന്നുകൂടി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക. നമുക്ക് ഇഫ്താറിൻ്റെ സമയത്തൊക്കെ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. അതുപോലെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. ചാനൽ ഇഷ്ടമായാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും താങ്ക് യു.